പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ 11 പ്രതികളെ കൂടി റിമാൻഡ് ചെയ്തു. മഞ്ചൂർ കോടതിയാണ് ഇന്ന് ഇവരെ റിമാൻഡ് ചെയ്തത്. മൊത്തം 20ഓളം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്കും മ്യൂസിയം സിഐക്കും വീഴ്ച ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിൽ എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണം അതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള കലാപം ആണ് ഇപ്പോൾ പദ്ധതിയിട്ടത്. എന്ത് നടപടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? 19 പേരെയാണ് 2 ദിവസത്തിനിടെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളായി കസ്റ്റഡിയിലെടുത്തത്. ഈ 19 പേരിൽ IP ബിനു ഉൾപ്പെടെ 11 പേരെയാണ് ഇന്ന് ഉച്ചയോടെ മഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഇവരെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം ജനറൽ ആശുപത്രി പരിസരത്ത്, കോടതി പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രി പരിസരത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വൻ പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു. എന്നാൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രവർത്തകരുമായി പോലീസ് അവിടെ നിന്ന് ജയിലിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ശേഷിക്കുന്ന ആളുകളെ 300 പേരാണ് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ IP ബിനു ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ശേഷിക്കുന്ന ആറ്റുകൽ ഉണ്ണി, പാളയം സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട DYFI നേതാക്കൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. ആറ്റുകാൽ ഉണ്ണി മുൻ കൗൺസിലർ കൂടിയാണ്. വീടുകളിൽ ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയെങ്കിലും 2 പേരും വീട്ടിൽ ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടോ അതോ പുറത്ത് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം. ഇന്നലെ ഒരാളെ കേസിൽ അവരെ കോട്ടയത്ത് നിന്നായിരുന്നു അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ വൈകിട്ടോടെ അമലിനെ തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. DCPയുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഈ കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി രാത്രി വൈകിയും ചോദ്യം ചെയ്തു. പക്ഷേ ഈ ആക്രമണങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം ഉണ്ടോ എന്ന് അറിയാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. പെട്ടെന്ന് പ്രകോപിതരായി വാഹനങ്ങൾക്കടുത്തേക്ക് ചീറിയെടുക്കുകയായിരുന്നു എന്ന മൊഴിയാണ് പ്രതികൾ പലരും പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ കേസിൽ ഇനി കൂടുതൽ പേർ അറസ്റ്റിലാകുമോ, പ്രതിപട്ടികയിലേക്ക് വരുമോ? അതോടൊപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായി എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടല്ലോ. കാരണം പോലീസിന്റെ കൺമുന്നിലാണ് CPM പ്രവർത്തകർ ഈ രീതിയിൽ കലാപം നടത്തിയത്. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ദിവസം സംഭവിച്ചു എന്ന് തന്നെയാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അതായത് ഈ പിണറായി വിജയന്റെ വസതിയിൽ പുലർച്ചെ തുടങ്ങിയ പരിശോധന ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിച്ച ഈ 3 വാഹനങ്ങളായി ED സംഘം മടങ്ങുന്നതിനിടയിൽ പുറത്ത് പ്രതിഷേധക്കാർ സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അധികമായി എന്തുകൊണ്ട് AR ക്യാമ്പിൽ നിന്ന് പോലീസിനെ അവിടെ വിന്യസിച്ചില്ല? ഇതാണ് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ആരാണ് ഈ നിർദ്ദേശം നൽകിയത്? ഈ പോലീസ് വാഹനം, ഈ EDയുടെ വാഹനങ്ങൾ പുറത്തേക്ക് കടത്തിവിടാൻ നിർദ്ദേശം നൽകിയത് ഏത് ഉദ്യോഗസ്ഥരാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തകർ അവിടെ സംഘടിച്ചെത്തുന്ന സമയം മുതൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ സന്തോഷ് കുമാറിനെയും മ്യൂസിയം CI പ്രശാന്തിനെയും അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് ക്രമസമാധാന ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന ആക്ഷേപം ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയിലേക്ക്, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വകുപ്പ് തല നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് ADP സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് കൈമാറുന്ന മുറയ്ക്കാകും തുടർ നീക്കങ്ങളിലേക്ക് എന്നാണ് വിവരം. ഡാൻ, ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ഇങ്ങനെ ഒരു ED റെയ്ഡിനെ കുറിച്ച് കൃത്യമായ പോലീസിന് അറിവുണ്ടായിരുന്നില്ല, അത്ര സൂചന ലഭിച്ചിരുന്നില്ല എന്നാണ്.
അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് പോലീസുമായും കൃത്യമായും പോലീസിനെ അറിയിക്കാതെ ആയിരുന്നോ ഇഡിയുടെ ഈ രീതിയിലുള്ള പരിശോധന, ഈ നീക്കങ്ങൾ? മാത്രമല്ല ഈ കണ്ണൂരും കോഴിക്കോടും റെയ്ഡ് ഉണ്ടായപ്പോഴും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ സംഘർഷമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ രീതിയിൽ ആക്രമണം, ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിത്തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതൊരു ആസൂത്രിതമെന്നാണോ വിലയിരുത്തൽ? കാരണം അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ നേതൃത്വത്തിന്റെ അറിവുണ്ടോ? ഈ ആക്രമണത്തിന് പിന്നിൽ നേതൃത്വത്തിന്റെ അറിവുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കോഴിക്കോടും കണ്ണൂരുമൊന്നും പിണറായി വിജയനോ മകളോ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ വസതികളിൽ പരിശോധന നടത്തിയത് മാത്രമേ ഉള്ളൂ. അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ ഉണ്ടായിരുന്നത് ബേക്കറി ജംഗ്ഷനിലെ വസതിയിലാണ്. അദ്ദേഹം ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളയാളല്ല, അദ്ദേഹം പ്രതിപട്ടികയിലുമില്ല. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ 8 മണിക്കൂറായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഈ രംഗം കലുഷിതമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. പോലീസിന് ഒരു തരത്തിലുള്ള സൂചനകളും ഇഡിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല. നേരത്തെയും ഇഡി പരിശോധന നടത്തുമ്പോൾ സംസ്ഥാന പോലീസിനെയോ ഏതെങ്കിലും വിഭാഗങ്ങളെ എനിക്കൊരു പതിവില്ല. കാരണം അതീവ രഹസ്യാത്മകമായി ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഒരു തരത്തിലും പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാനാണ് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത്. ഏതാണ്ട് 50ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത പരിശോധനയാണ് വിവിധ 12ഓളം കേന്ദ്രങ്ങളിലായി. തിരുവനന്തപുരത്തെ സംഘത്തിൽ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇഡി സംഘം ഉൾപ്പെടുത്തുകയും ചെയ്തത്. കാരണം അത്രമാത്രം രഹസ്യാത്മക സ്വഭാവത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. അതേസമയം പോലീസിനെ ഈ വിവരം അറിയിച്ചില്ല എങ്കിലും സംഘർഷ സമാനമായ ഒരു സാഹചര്യം പുറത്ത് ഉടലെടുക്കുമ്പോൾ ക്രമസമാധാന പ്രശ്നമായി അത് മാറാൻ അവസരമൊരുക്കാതെ അവസരോചിതമായി അവിടെ ഇടപെടൽ നടത്തേണ്ടത് പോലീസായിരുന്നു. ആ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ അവരുടെ വാഹനം തല്ലിത്തകർത്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.